പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് ബ്ലാക്ക് മാജിക് ബന്ധം. വെള്ളറ സ്വദേശി ജോസിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചു. മകൻ പ്രജിൻ ജോസിന്റെ ബ്ലാക്ക് മാജിക് ബന്ധമാണ് കൊലപാതകത്തിലെത്തിയതെന്നാണ് കുടുംബത്തിന്റെ സംശയം. സ്വതന്ത്ര ജീവിതത്തിന് അനുമതി നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം പിതാവിനെ വെട്ടിക്കൊന്ന ശേഷം പ്രജിൻ പോലീസിൽ കീഴടങ്ങിയത്. പ്രജിന്റെ മുറിയിൽ കുടുംബാംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരുന്ന മുടികളും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു. എങ്ങനെയാണിങ്ങനെ അവൻ മാറിയതെന്ന് അറിയില്ല. മുകളിൽ നിലയിലാണ് അവൻ ഇരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തോട്ട് എന്തെങ്കിലും പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഇറങ്ങുള്ളൂ. അവന്റെ റൂം അടച്ചാണ്. റൂം തുറക്കാനോ അതിൽ തൊടാനോ നമുക്ക് അനുവാദമില്ല. അവൻ നമ്മളെ എന്നെയും ഉപദ്രവിക്കും, അവരെയും ഉപദ്രവിക്കും. ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ട് പേടിച്ച് ഒന്നിനും പോവില്ല. പ്രജിന്റെ മുറിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രത്യേകതരം ജീവിതമായിരുന്നു ഇയാൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കാണാം, വല്ലാത്ത തരത്തിലുള്ള കാഴ്ചകളാണ്. സാധാരണ ആളുകളുടെ റൂമുകളിലൊക്കെ കാണാത്ത തരത്തിൽ മുടി കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ചില ബിംബങ്ങൾ, ചില ചെറിയ ചെറിയ പ്രതിമകളുണ്ട്, ചില ആയുധങ്ങളുടെ ദൃശ്യങ്ങളുണ്ട്. അത്തരത്തിൽ അസ്വാഭാവികമായ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ അസ്വാഭാവികമായ ഒരു ജീവിതമാണ് പ്രജിൻ നയിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബ്ലാക്ക് മാജിക്കിന്റെ പിടിയിൽ അമർന്നാണ് ഈ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് തന്നെ വേണം തൽക്കാലം അനുമാനിക്കാൻ. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അരുൺ മോഹനും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അരുണിലേക്ക്. അരുണ്, കുടുംബത്തിന് ഇത്തരമൊരു സംശയം നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മ തന്നെ പറയുന്നുണ്ട്, മിക്കപ്പോഴും ഒറ്റയ്ക്കായിരുന്നു ഇവന്റെ ജീവിതം, ആരുമായും അധികം കമ്പനിയൊന്നുമില്ല, ദേഷ്യപ്പെടാറുണ്ട്, സാധനങ്ങൾ തല്ലി പൊട്ടിക്കാറുണ്ട്, മാതാപിതാക്കളെ മർദ്ദിക്കാറുണ്ട്. ഇത്തരക്കാരനായി തന്നെ ആയിരുന്നു വർഷങ്ങളായി ഇയാളുടെ രീതി. രഞ്ജിത്ത്, കുടുംബത്തിനകത്ത് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പറയുന്ന പ്രജിൻ ജോസിനെ സംബന്ധിച്ചിടത്തോളം അയാളെ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ആയിരുന്നോ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു കഴിഞ്ഞ 5-ാം തീയതി അരങ്ങേറിയത്. നാടിനെ നടുക്കിയ സംഭവമായിരുന്നു. 5-ാം തീയതി രാത്രി 10:30 ഇദ്ദേഹത്തിന്റെ അച്ഛൻ ജോസ് എന്ന 70-കാരനെ ഇദ്ദേഹം വെട്ടിക്കൊലപ്പെടുത്തിയത്. പക്ഷെ ഇത് പുറം ലോകം അറിഞ്ഞപ്പോൾ ഞെട്ടലോടുകൂടിയാണ് അന്ന് കണ്ടെത്തിയത്. അന്ന് ഇദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഈ പറയുന്ന വെള്ളറ സ്റ്റേഷൻ പരിധിയിലെത്തിയിട്ട് അദ്ദേഹം നൽകിയ മൊഴി തനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ മാതാപിതാക്കൾ അനുവദിക്കാത്തതാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ പ്രജിൻ പോലീസിൽ കീഴടങ്ങുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഇപ്പോൾ റിമാൻഡ് കഴിയുന്നതും. പക്ഷേ അത് തന്നെയായിരുന്നു സമൂഹം അന്ന് ഈ പ്രജിന്റെ വാക്കുകൾ തന്നെയായിരുന്നു അന്ന് കേട്ടിരുന്നത്. പക്ഷേ അടുത്തറിഞ്ഞ വൃത്തങ്ങൾ ഒപ്പം മാതാപിതാക്കളുടെ ഈ തിരിച്ചുള്ള ഈ അവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള വന്നപ്പോഴാണ് ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന പ്രജിന്റെ വീട്ടിലേക്ക്, പ്രജിൻ ഉപയോഗിക്കുന്ന റൂമിലേക്ക് മാതാപിതാക്കൾ പോലും കയറിയത് എന്നുള്ളതാണ്, ബന്ധുക്കൾ പോലും കയറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കിനെ പോലെ തരത്തിലുള്ള അല്ലെങ്കിൽ ആഭിചാര കർമ്മങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ബിംബങ്ങളും ചില ആയുധങ്ങളും ഒപ്പം ഈ പറയുന്ന പല പല വസ്തുക്കളും ഇയാളുടെ മുറിയിൽ നിന്ന് കിട്ടുന്നത്. ഒരുപക്ഷെ ഈ മാതാവ് പറയുന്നതനുസരിച്ച് ഈ പറയുന്ന പ്രജിന്റെ പ്രജിൻ കൈകാര്യം ചെയ്യുന്ന പ്രജിന്റെ മേളിലത്തെ നിലയിലേക്ക് ആരെയും തന്നെ പ്രവേശിപ്പിച്ചിട്ടില്ല. ആരെങ്കിലും കയറിയാൽ പോലും അവരെ ചോദ്യം ചെയ്യും. ഒപ്പം മാതാപിതാക്കളെ മർദ്ദിക്കുന്ന കാര്യത്തിലും ഒരു പിശകും ഇയാൾ കാട്ടിയിരുന്നില്ല. അച്ഛന്റെ മുന്നിലിട്ട് അമ്മയെ മർദ്ദിക്കുന്നത് അച്ഛൻ കണ്ടുകൊണ്ടിരിക്കണം, അതാണ് അയാളുടെ വാശിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള മൃഗീയ മർദ്ദനങ്ങൾക്കൊക്കെ ഇവരെ ഇരയാക്കിയിരുന്നുവെന്നും അമ്മ തന്നെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്
ഈ മെഡിസിൻ പഠനത്തിന് വേണ്ടിയായിരുന്നു ഈ കഴിഞ്ഞ ചൈനയിലായിരുന്നു ഇദ്ദേഹം മെഡിസിൻ പഠനം നടത്തി വന്നിരുന്നത്. കൊറോണ കാലത്ത് നാട്ടിലെത്തുകയായിരുന്നു. കൊറോണ കാലത്ത് നാട്ടിലെത്തിയത് മുതൽ പ്രജിന്റെ സ്വഭാവത്തിലും ഈ പറയുന്ന രൂപത്തിലുമൊക്കെ പ്രകൃതത്തിലുമൊക്കെ വളരെ വ്യത്യാസം ഈ പറയുന്ന മാതാപിതാക്കൾക്ക് കണ്ടിരുന്നു. പക്ഷെ അത് അപ്പോഴും സമൂഹത്തിൽ അദ്ദേഹം വളരെ മാന്യനായി തന്നെയാണ് യാത്ര തുടർന്നത്. ബന്ധുക്കളുടെ ഇടയിൽ വളരെ മാന്യനായി നല്ല രീതിയിൽ സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു ഒക്കെയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ മാതാപിതാക്കൾക്കിടയിൽ ഇയാളുടെ ഒരു പ്രകടമായ മാറ്റം കണ്ടിരുന്നു. ആവശ്യത്തിന് പലപ്പോഴും പണം അമിതമായി ആവശ്യപ്പെടാറുണ്ടായിരുന്നു, പണം നൽകാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഏതാനും കുറച്ചു നാളുകൾക്ക് മുമ്പ് സിനിമ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിനിമ പഠനം 1.5 ലക്ഷം രൂപയുമായി എറണാകുളത്ത് പോവുകയായിരുന്നു. പോയി വന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വീണ്ടും ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാതാപിതാക്കൾ കുടുംബം പറയുന്നത്. അതേ തുടർന്നായിരുന്നു ഈ പറയുന്ന ഇയാൾ കുറച്ചുകൂടെ അന്തർമുഖനായി ഈ പറയുന്ന റൂമിലേക്ക് ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ ഇദ്ദേഹം ഇറങ്ങി നടക്കുന്ന ഒരു പ്രകൃതമുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുക പതിവാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ചോദിക്കാറില്ലായിരുന്നു എന്നാണ് അമ്മ നൽകുന്ന മൊഴി നമ്മളോട് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ പറഞ്ഞ അതിനുശേഷമാണ് ഇതിനുശേഷം ഈ പറയുന്ന എറണാകുളം യാത്രയ്ക്ക് ശേഷമാണ് മകന്റെ ഈ സ്വഭാവത്തിൽ കൂടുതൽ മാറ്റമുണ്ടായതെന്നും അമ്മ നമ്മളോട് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരുപാട് ദുരൂഹതകളുണ്ട് ഇയാളുടെ മുറിയിൽ കയറുമ്പോഴും മറ്റും. അവിടെ അസ്വാഭാവികമായ പല സാഹചര്യങ്ങളും വീട്ടുകാർ കണ്ടെത്തി. തുടർന്നാണ് ഇപ്പോൾ പോലീസിനെ അവർ സമീപിച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഇവിടെ ഈ പ്രജിൻ നേരത്തെ തന്നെ സ്വതന്ത്ര ജീവിതം ആഗ്രഹിച്ചാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കുന്നില്ല എന്ന പരാതിയിലാണ് പോലീസിൽ കീഴടങ്ങുമ്പോഴും അതുകൊണ്ടാണ് പിതാവിനെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ബ്ലാക്ക് മാജിക്, മന്ത്രവാദികളുടെ സാന്നിധ്യം, അവരുടെ പങ്കാളിത്തമൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ നാളുകളായി പല കൊലപാതകങ്ങളുടെയും പിന്നിലുണ്ട്. സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നു അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാണ് 70 വയസ്സുകാരനായ ജോസിനെ ഒരാഴ്ച മുമ്പ് മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനുശേഷം പ്രജിൻ തന്നെ വെള്ളറട പോലീസ് സ്റ്റേഷനിലെത്തി ഈ സ്വൈര ജീവിതത്തിന് അച്ഛൻ തടസ്സം നിന്നതിനാൽ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളിലേക്ക്, അതായത് ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉണർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിൽ മാതാപിതാക്കൾക്ക് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ശരീരം മുഴുവൻ രോമം വടിച്ച നിലയിലായിരുന്നു പ്രജിൻ. അപ്പോൾ തന്നെ ഇതിലെന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന കാര്യം കുടുംബാംഗങ്ങൾക്ക് തോന്നിയതാണ്. പക്ഷേ ഇയാളുടെ സ്വഭാവ രീതി അനുസരിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കാര്യം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറിയാൽ അവരെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്ന ഒരു ശൈലിയായിരുന്നു കുറച്ചധികം നാളുകളായിട്ട് ഈ പ്രതിക്കുണ്ടായിരുന്നത്. ഈ വുഹാനിൽ നിന്ന് ഈ മെഡിക്കൽ പഠനത്തിന് പോയി ആ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങി വന്നതിന് ശേഷം ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടറായിരുന്നു പ്രജിൻ്റേത്. അതിനുശേഷമാണ് കൊച്ചിയിൽ പഠനത്തിന് വേണ്ടി പോകേണ്ട ആവശ്യമുണ്ട്, സിനിമ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ കുടുംബാംഗങ്ങളുടെ പക്കൽ നിന്ന് കൈപ്പറ്റുന്നത്. ആ പണം അവർ നൽകി. ഇത് കൂടാതെ പലപ്പോഴായി പ്രജിൻ ചോദിച്ച പണമെല്ലാം കുടുംബാംഗങ്ങൾ പ്രജിന് നൽകിയിട്ടുണ്ട് എന്നാണ് അമ്മ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പമാണ് ഈ സിനിമ പഠിക്കാൻ പോയി മടങ്ങി വന്നതിന് ശേഷം അതിനു മുമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള വളരെ നിഗൂഢമായ അപരിചിതത്വം നിറഞ്ഞ ഒരു സ്വഭാവ സവിശേഷതകൾ ഈ പ്രജിനിൽ കണ്ടു തുടങ്ങിയത്. 2ാമത്തെ നിലയിലായിരുന്നു പ്രജിൻ താമസിച്ചിരുന്നത്. അങ്ങോട്ട് മറ്റാരും കടന്നു വരാൻ പ്രജിൻ അനുവദിച്ചിരുന്നില്ല. മാതാപിതാക്കൾക്ക് പോലും സ്വന്തം മുറിയിലേക്ക് കയറാനുള്ള അനുവാദം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അതിനിടയിലാണ് രാത്രികാലങ്ങളിൽ ദുരൂഹമായി പല യാത്രകൾക്ക് പ്രജിൻ പോകുന്നു. എവിടേക്കാണിത് പോകുന്നതെന്ന് പോലും കുടുംബാംഗങ്ങളോട് പറയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അമ്മയുടെ തുടരുക. ഇപ്പോൾ ബന്ധു വിജയൻ, പ്രജിന്റെയും മറ്റു ബന്ധുവാണ്. വിജയൻ, ഇതിങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടായത് എപ്പോഴാണ്? ഇത്തരത്തിൽ ഒരു മറ്റു ചില കാരണങ്ങൾ കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന കരുതൽ തന്നെയാണോ നിങ്ങൾ? അതിപ്പോ ഈ കൊലപാതകത്തിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ബ്ലാക്ക് മാജിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവന്റെ അമ്മ പറഞ്ഞതിൽ നിന്നാണ് മനസ്സിലായത്. ഇയാൾക്ക് അവിടെ നാടുമായിട്ട് യാതൊരു വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല. പിന്നെ ഹലോ, കേൾക്കാം. അപ്പൊ നാടുമായിട്ടൊന്നും ആരുമായിട്ടും വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല. ഇപ്പൊ ഈ മരണശേഷം ഇങ്ങനെ 2019 മുതൽ ഈ വീട്ടുകാരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അവരിപ്പോ പറഞ്ഞതിൽ നിന്നാണ് മനസ്സിലാകുന്നത് കൂടുതലായിട്ട്.
അല്ല, നിങ്ങൾക്ക് ബന്ധുക്കൾക്കൊന്നും നേരത്തെ ഇത്തരം ഒരു അറിവില്ലായിരുന്നല്ലേ? കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, ആർക്കും വിവരമില്ല. ഈ അമ്മ പറയുന്നത് താമസിച്ച് വീട്ടിൽ വന്ന് കയറിയാൽ എവിടെ പോയി എന്ന് ചോദിച്ചാൽ പോലും തല്ലുവെന്നുള്ളതാണ്. അത് അവരെല്ലാം ഇവന്റെ വരുതിക്ക് നിർത്തിയിരുന്നു, അവരെല്ലാം പീഡിപ്പിച്ച് ഇവന്റെ വരുതിക്ക് നിർത്തിയിരുന്നു. ഇതിപ്പോ ഇവര് പറഞ്ഞുള്ള അറിവാണ്, അല്ലാതെ ഈ വീട്ടിനകത്ത് നടക്കുന്ന കാര്യം ആർക്കും അറിയാൻ കഴിയില്ല. അവരും പുറത്ത് പറഞ്ഞിരുന്നില്ല, ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ആരുടെ പുറത്ത് പറഞ്ഞിരുന്നില്ല. ഇവര് പൊതുവെ ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരുന്നോ? അല്ല, ഇവര് പൊതുവെ ഒറ്റപ്പെട്ട ജീവിതമല്ല. കുടുംബാംഗങ്ങളെല്ലാം നാടുമായിട്ടും ചർച്ചുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളവരാണ്, നല്ല ഒരു ഒപ്പീനിയൻ ഉള്ളവരാണ്, നല്ല ഇതാണ്. ജോസ് നല്ലൊരു കൃഷിക്കാരനാണ്. അടിസ്ഥാനപരമായിട്ട് അവര് രണ്ടുപേരും നല്ല പബ്ലിക് കോൺടാക്ട്സും എല്ലാം ഉള്ളതാണ്. ഈ പയ്യന് വലിയ പബ്ലിക് കോൺടാക്ട്സ് ഇല്ല. ഇവനെ വളരെ ഓമനിച്ച് ലാളിച്ച് വളർത്തിയിരുന്നു. ജോസിന് നേരത്തെ ഒരു മകനുണ്ടായിരുന്നു, അത് മരിച്ചുപോയി. അപ്പൊ ആ സ്ഥാനത്ത് ഇവനെ പ്രതിഷ്ഠിച്ചപ്പോഴ് അവനെല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് ചെയ്തിരുന്നതാണ്. ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെന്ന് വേണം പറയാൻ. സാധാരണ വളരെ ചെറുതിലേ മുതൽ. ചൈനയിൽ MBBS ഒക്കെ പഠിച്ച ആളാണല്ലേ? ചൈനയിൽ MBBS പഠിച്ചിരുന്നു. അവിടെയും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊന്നും നേരിട്ട് നമുക്ക് അറിവുള്ളതല്ല, എല്ലാം പറഞ്ഞു കേൾക്കുന്നതാണ്, അല്ല നമുക്കറിയില്ലല്ലോ. അവിടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ കൂടുതൽ അറിയാൻ കഴിയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അതിനുവേണ്ടി ഫൈൻ അടച്ചിരുന്നോ, അവിടെ ജയിലിലുണ്ടായിരുന്നോ, ഇതെല്ലാം അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ കൂടുതൽ അറിയാൻ കഴിയും. ഇത് ചില ആളുകളിൽ നിന്ന് വരുന്നതാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ജോസ് ഏതെങ്കിലും സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മരണശേഷം അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ആരോടും ഈ മാതാപിതാക്കൾ അവരുടെ വിഷമതകൾ ഒന്നും പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതാണ്. പങ്കുവച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കുറെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് തോന്നുന്നു. ഇയാളിപ്പോ ഈ ഫിലിം ഇത് പഠിക്കാൻ വേണ്ടി സംവിധാനോ ഏതാണ്ട് പഠിക്കാൻ വേണ്ടി എറണാകുളത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് അടുത്ത കാലത്ത് ചേർന്നു. അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ഒരു ഇത് വന്നെന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് മാജിക് ഞാൻ ഇന്നലെയാണ് കേൾക്കുന്നത് അതിനൊക്കെ, ബ്ലാക്ക് മാജിക് ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം താങ്കൾ ഈ അമ്മയുമായിട്ട് സംസാരിച്ചിരുന്നോ? അമ്മയുമായിട്ട് സംസാരിച്ചില്ല ഞാൻ. ഇത് അമ്മയുടെ അമ്മ സംസാരിച്ചെന്ന് പറഞ്ഞു കേട്ടുള്ള വിവരമാണ്. ശരി, വിജയൻ എന്ന ബന്ധുവാണ്. അതാണ് ഡാന് ഇത്തരത്തിൽ ബന്ധുക്കൾക്ക് പോലും അറിവില്ലായിരുന്നു എന്നുള്ളതാണ്. ഇത്ര വലിയ പീഡനം, ഇത്ര വലിയ ക്രൂരത ഈ മകൻ മാതാപിതാക്കളോട് കാട്ടിയിട്ടും ബന്ധുക്കളെ പോലും അവർ വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ കൊലപാതകം നടന്നു, ഈ വെട്ടിക്കൊലപ്പെടുത്തി എന്ന കാര്യം ഒഴിച്ചു നിർത്തിയാൽ അതിനപ്പുറത്തേക്ക് ഇതിൽ ഈ ദുരൂഹത ഉണർത്തുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ സംഭവത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഈ മുറിക്കുള്ളിൽ നിന്ന്, അതായത് ഈ 2ാം നിലയിലെ പ്രജിൻ ജോസ് ഉപയോഗിച്ചിരുന്ന അയാളുടെ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയ ചില വസ്തുക്കളാണ്. അവിടെ പ്രധാനമായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരുപാട് മുടി കൂട്ടിയിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണ് കൊണ്ടുള്ള ചില ബിംബങ്ങളുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേക രൂപം കൊത്തിയെടുത്ത് ഒരു കയറ് കൊണ്ട് ചുറ്റി പരിചരിക്കുന്ന തരത്തിൽ ബ്ലാക്ക് മാജിക്കിനും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില രൂപങ്ങൾ, ഇതടക്കം പിന്നീട് ചില ആയുധങ്ങൾ, പ്രത്യേക രീതിയിലുള്ള ചില ആയുധങ്ങൾ, ഇത്രയും സാധനങ്ങളാണ് ഈ മുറിക്കകത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയാണ് ഈ മരണത്തിൽ എന്തോ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തുന്നത്. അതിനിടയിലാണ് പ്രജിൻ്റെ അമ്മ തന്നെ അന്വേഷണ സംഘത്തോട് ഈ ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞ ഫോൺ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൈമാറുന്ന ഒരു സാഹചര്യം കൂടി എത്തിയിരിക്കുന്നത്. ഈ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ പ്രജിൻ ആരുമായിട്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്, രാത്രികാലങ്ങളിൽ എവിടേക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത്, മറ്റേതെങ്കിലും സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ള മറ്റാരെങ്കിലും അടുത്ത് തന്നെ ഉണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത. മറ്റൊരു ബന്ധു കൂടി ടെലിഫോൺ ലൈനുണ്ട്, ശ്രീ രാജനാണ്. ശ്രീ രാജൻ കേൾക്കാമല്ലോ അല്ലേ?